ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ? അട്ടപ്പാടിയിലേക്കാട്ടോ പോണേ. അട്ടപ്പാടി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണല്ലോ. ഇത് അരീക്കോട് പാലാണ്. ഓമശ്ശേരിയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്കാണ് ഞങ്ങൾ ബസ് കയറിയത്. മഞ്ചേരി കഴിഞ്ഞ് മണ്ണാർക്കാട് സ്റ്റാൻഡ് എത്തി. ഇനി ഇവിടെ നിന്നാണ് അട്ടപ്പാടിയിലേക്ക് വേറെ ബസ് കയറുന്നത്. ഇവിടെ തമിഴ്നാടിൻ്റെ ബസ്സും ഉണ്ടാവും, നമ്മളെ KSRTC ബസ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കൊക്കെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടം KSRTC ബസ്സിൽ പോകാനാണ്. അപ്പോൾ ഞങ്ങൾ ബസ് കയറി. ഇത് ഞങ്ങളെ ചെറിയ മോനാണ്, നല്ല കളിച്ചിരിയില്ല. ബസ് എടുത്തിട്ടോ. ഇത് പാലക്കാട് റൂട്ടാണ്. ആനക്കട്ടി കോയമ്പത്തൂർ ബസ്സിലാണ് ഞങ്ങൾ കയറിയത്. അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലമല്ല കേട്ടോ. നേരെ പോകുന്നത് പാലക്കാട് റൂട്ടാണ്. നമുക്ക് എടുത്തോട്ടാണ് പോകേണ്ടത്. ഈ റൂട്ടിന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ചുരം തുടങ്ങും. അങ്ങനെ ചുരം തുടങ്ങിയിട്ടോ. അതാ ഒരു ബസ് വരുന്നത് കണ്ടില്ലേ? എന്ത് ഭംഗിയാ വരുന്നത് കാണാൻ. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ്. ചുരത്തിലൂടെ ഉണ്ടാകുക. അപ്പോൾ ചുരം അങ്ങനെ കയറുകയാണ്. ചെറിയ റോഡാട്ടോ. നമ്മുടെ വയനാട് റോഡിൻ്റെ അത്ര വീതിയില്ല. ഇത് ചുരം കയറി കുറച്ചങ്ങോട്ട് എത്തിയാൽ കാണുന്നൊരു വെള്ളച്ചാട്ടമാണ്. ഇത് മഴക്കാലത്തെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. എല്ലാവരും അവിടെ ഇറങ്ങിങ്ങാണ്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ഇത് ചുരത്തിലൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ എല്ലാവരും ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കും. ഇതിൻ്റെ താഴോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ്. അട്ടപ്പാടിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോവല്ല കേട്ടോ. ഞങ്ങൾക്ക് അവിടെ മുമ്പ് കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 വർഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ല. അപ്പോൾ ഞങ്ങൾ മുന്നേ പരിചയമുള്ള എല്ലാവരും ഉണ്ട് അവിടെ. ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ചുരത്തിലൂടെയുള്ള യാത്ര ആണ്. കാടും തോടും വെള്ളച്ചാട്ടമൊക്കെ നമുക്കിങ്ങനെ കാണാം. നല്ല രസമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇത് സൈലന്റ് വാലി ഫോറസ്റ്റ്. ഇത് ചുരം കയറിയിട്ടുള്ള ചെക്ക് പോസ്റ്റാണ്. ഇതുപോലൊന്ന് ചുരം കയറുമ്പോൾ ഉണ്ട്. ഇത് ചുരം കയറിയിട്ടുള്ള ആദ്യത്തെ അങ്ങാടിയാണ്. മുക്കാലി എന്ന് പറയും. ഇവിടെ നിന്ന് ഈ എടുത്തോട്ടുള്ള റോഡ് സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്കുള്ള റോഡാണ്. നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. നല്ല ഭംഗിയില്ലേ ഇതാ ഇവിടെയൊക്കെ കാണാൻ. ഇനി അങ്ങോട്ടുള്ള സ്ഥലത്തിനൊക്കെ അട്ടപ്പാടി എന്ന് പറയും. ചെറിയ കുറേ അങ്ങാടികളുണ്ട്. അഗളി, കോട്ടത്തറ, ഗൂളിക്കടവ് ഇതൊക്കെയാണ് വലിയ അങ്ങാടി. ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടന്ന പാലാണ് ഇത്. ഏതെങ്കിലും സിനിമയിൽ ഈ പാലങ്ങൾ കണ്ടിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ
കോട്ടത്തറ ശിരുവാനി പാലം കഴിഞ്ഞ് കോട്ടത്തറ അങ്ങാടിയിലെത്തി. ഇവിടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇതിൻ്റെ ബാക്കി അട്ടപ്പാടി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.